അവർ പ്രതിപട്ടികയിലുണ്ട് എന്നുള്ളത് CBI ആണ് പിന്നീട് ഈ രീതിയിലുള്ള ഒരു കാര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രതിപട്ടികയിൽ പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവരും ആരെ പെടുത്തിക്കൂടാത്തത്? പ്രതിപട്ടികയിൽ ഇപ്പം ഇവിടെ നിൽക്കുന്ന നിങ്ങളെ പെടുത്തിക്കൂടെ, എന്നെ പെടുത്തിക്കൂടെ? ഈ പ്രതിപട്ടികയിൽ പെട്ടു കഴിഞ്ഞാൽ ഉടനെ പ്രതിയാകുന്നില്ല. കോടതി പറയട്ടെ, കോടതി ഇപ്പോൾ പറഞ്ഞു, പഠിക്കട്ടെ നിയമപരമായിട്ട് അതിൻ്റെ വസ്തുതകൾ എന്താണ്, കോടതി അത് പറയാൻ കോടതിയെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്താണ്, അതിനനുസരിച്ച് നിയമപരമായിട്ട് പോകും. ഈ കൊലപാതകം നടന്നു, ആ സമയത്ത് തന്നെ പാർട്ടി അതിനെ തള്ളി പറഞ്ഞു, ഈ പീതാംബരനെ പുറത്താക്കി. പക്ഷേ ആ പ്രതികളായ ആളുകളെ ഇറക്കിക്കൊണ്ടുവരാൻ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചല്ലോ, അത് പാർട്ടിക്ക് ഒരു തിരിച്ചടിയായതല്ല. ഇന്നിപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ, അതിൻ്റെ വിധി പകർപ്പ് പരിശോധിക്കട്ടെ. കോടതി അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത് എന്താണെന്നത് പരിശോധിക്കട്ടെ, നിയമപരമായിട്ട് അടുത്ത കാര്യം നോക്കാം. പക്ഷേ വിധി വന്നതിനും തൊട്ട് പിന്നാലെ മണികണ്ഠൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. CBI കുറിച്ചായിരുന്നു അത് പറഞ്ഞത്. കൂട്ടിലടച്ച തത്തയ്ക്ക് യജമാനന്മാരെ അനുസരിക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് പാർട്ടി നിലപാട് തന്നെയാണോ പറയുന്നത്? പൊതുവേ പാർട്ടി CBIയെ കുറിച്ച് പാർട്ടിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഒരു വിധി വരുമ്പോഴേക്ക് നേരെ വിപരീതവും, മറ്റൊരു വിധി വന്നാൽ അനുകൂലവും. അതല്ല, CBIയെ കുറിച്ച് കേന്ദ്ര ഏജൻസികളെല്ലാം ആരാണോ ഭരിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകും. ഇതൊന്നും ഒരു കാര്യം ഈ പെരിയ കേസ് മാത്രമല്ലല്ലോ, നിങ്ങൾക്കറിയാലോ ഒരുപാട് കാര്യങ്ങൾ ED ചെയ്യുന്നത്. ഇങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളും ഇല്ലേ CBI ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CBI ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത്. പക്ഷേ ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്കെതിരെ ഇനി പാർട്ടി നടപടി ഉണ്ടാവുമോ? ഞാനതാണല്ലോ പറഞ്ഞത്, വിധിപ്പകർപ്പ് വിശദമായി പഠിച്ചതിന് ശേഷം നിയമപരമായിട്ടുള്ള അടുത്ത വശം ആലോചിക്കും. അല്ല, പാർട്ടി നടപടി പറഞ്ഞ ഒരു കോടതി വിധിച്ചാലും അപ്പാട് നടപടി എടുക്കണോ? അന്തിമ വിധിയാണോ ഇത്? അന്തിമ വിധി അല്ലല്ലോ ഇത്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഞാൻ അന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളൊക്കെ ഇതിൽ വിധിക്കപ്പെട്ടവരാണ്. എന്തെന്ന്, ഏത് സമയത്തും കേസിലും അതുപോലെ തന്നെ മറ്റതിലൊക്കെ പ്രതികളാകാം. പ്രതിയായി എന്ന ഒറ്റ കാരണം പറഞ്ഞിട്ട് ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഈ പാർട്ടിയിൽ ആരാ ഉണ്ടാവുക? കമ്മ്യൂണിസ്റ്റുകാരെങ്ങനെയാണ്? പക്ഷേ പീതാംബരൻ അന്നേ പുറത്താക്കി, അന്ന് പ്രതി മാത്രമായിരുന്നു. ഇപ്പോൾ ഇവരൊക്കെ കുറ്റവാളികളാണെന്ന് കോടതി പറയുകയും ചെയ്തു. പീതാംബരനെ അന്ന് പുറത്താക്കിയത് എന്താ ചോദിച്ചാൽ, പീതാംബരനാണ് അന്ന് പ്രധാനപ്പെട്ട ഒരു ഇതെന്നുള്ളത്. കാരണം ഈ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം അവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. മുമ്പ് പല കേസുകളുണ്ടായിരുന്നു ഇതൊക്കെ ബന്ധപ്പെട്ട്. ഞാൻ അതിലൊക്കെ ഒന്നും ഇപ്പോൾ ചേർന്ന് നോക്കുന്നില്ല. പക്ഷേ പീതാംബരനെ പാർട്ടി LC മെമ്പർ സ്ഥാനത്ത് വെക്കുന്നത് ശരിയല്ല എന്ന് അന്ന് പാർട്ടിക്ക് തോന്നി, ഒഴിവാക്കി. എന്നാൽ അതിന് പിന്നീടുള്ള KV കുഞ്ഞിരാമൻ അടക്കമുള്ള, മണികണ്ഠൻ അടക്കമുള്ള, രാഘവൻ ഭാസ്കരൻ അടക്കമുള്ള ഇവരെല്ലാം രാഷ്ട്രീയമായിട്ട് പ്രതി ചേർത്തതാണ് എന്ന് സുവ്യക്തമായതുകൊണ്ടാണ് പാർട്ടി ആ നിലപാടിലേക്ക് പോകാതിരുന്നത്. അത് കുറ്റമൊന്നും വിധിച്ചിട്ടില്ലല്ലോ, കോടതി വിധിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞത്. കോടതിയുടെ വിധി അന്തിമമല്ലല്ലോ. CBI കോടതി വിധിച്ചു, ഇനി മറ്റൊരു വിധി വരുന്നവരെ ഇത് അന്തിമമാണ്. നോക്കാം. ഓക്കെ.